അപ്പം നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അതിനായി ഞാൻ കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തിരുമ്മി വെച്ച ചിക്കൻ്റെ പീസുകൾ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കന് മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഉരുളിയിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ കോരി മാറ്റാം. നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ചിക്കൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മസാല ഇടാവുന്നതിനായിട്ട് ഞാൻ സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയിലേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ബിരിയാണി മസാലയും കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കറുവാപ്പട്ടയും ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല നമുക്ക് ഇനി ഈ ഉരുളിയിൽ നിന്ന് കോരി എടുത്ത് മാറ്റി വെക്കാം. തീയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒട്ടും തീ വെക്കണ്ട. നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇതിൻ്റെ മുകളിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തീയൊന്നുമില്ലാതെ ഉരുളിക്കകത്ത് ഒരു കുറച്ച് നേരം ഇരിക്കട്ടെ. അന്നത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ചോറ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ്റെ പീസൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചൂട് മാത്രം അടി കുറച്ച് നിന്നാൽ മതി. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് അതിൻ്റെ ചോറ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറുവാപ്പട്ടയും ഒരു 3-4 ഏലക്കായും ഒരു 5 ഗ്രാമ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്കുള്ള ചോറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 ലിറ്റർ വെള്ളം, 1 കിലോ അരിക്ക് ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കണം ഇനി. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതിനായിട്ട് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ട് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് തട്ടിപ്പൊട്ടി ഇവിടെ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ചോറ് നന്നായി വെന്തിട്ടുണ്ട് ഇപ്പം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ ചോറ് ഇവിടെ വെന്ത് രസത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച്
അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തത് നെയ്ക്കകത്ത് വറുത്താണ്. ഞാനിത് നെയ്യോട് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കിത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. കട്ട കെട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നാരങ്ങാ നീരൊക്കെ ചേർത്ത് നമ്മൾ വെച്ചതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ പീസും കൂടെ നോക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ തന്നെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കണം. അതിനുശേഷം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് നോക്കാം. അപ്പോൾ ചോറ് പ്ലേറ്റിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പീസ് 2 എടുത്ത് വെക്കാം. കുറച്ച് മസാലയും ഒരു പീസും കൂടെ വെക്കാം നമുക്ക്. അതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ചോറും കൂടെ എടുത്ത് വെക്കാം. കുറച്ച് സാലഡും കൂടെ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്.